മനുഷ്യരാശിയുടെ പരാജയത്തിൻ്റെ ആരംഭമാണ് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ 3-ൽ തുടങ്ങിയ പരാജയം 2026-ലും തുടർന്നുകൊണ്ടിരിക്കുക അല്ലേ? ഹല്ലേലൂയ. ഉൽപ്പത്തി 3-ൽ തുടങ്ങിയ പരാജയം 2026 ജൂൺ മാസമല്ലേ, ജൂൺ മാസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമ്മൾ തകർന്നും പരാജയപ്പെട്ടും ദൈവീക ജീവനിൽ പ്രവേശിക്കാതെ നമ്മളായിരിക്കുക അല്ലേ? പല മേഖലയിലും. ഹല്ലേലൂയ. അപ്പോൾ ഇത് പുതിയതല്ല. ഇതെന്ന് തുടങ്ങിയതാ? വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ. ഹല്ലേലൂയ. എന്നാൽ അപ്പോൾ എവിടെയാണ് ഈ പരാജയങ്ങളുടെ ആരംഭം എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? പരാജയങ്ങളുടെ ആരംഭം എവിടെയെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നു, എന്നാൽ ഞാൻ വന്നതോ ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ. അപ്പം ഇത് കർത്താവ് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞു പോയതാണോ? അല്ലേ? ഈ സമൃദ്ധിയായ ജീവനിൽ, സമൃദ്ധിയായ സോയയിൽ ജീവിക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. സമൃദ്ധിയായ ഒരു ആത്മീക ജീവനിൽ നിൽക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ ജീവൻ്റെ ഒരു സമൃദ്ധിയിൽ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ ദൈവീക ജീവൻ്റെ നിറവിൽ ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചത്. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയാണോ? അല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാധീനതകൾ, പ്രശ്നങ്ങൾ, നിരാശകൾ, കുറവുകൾ, നഷ്ടങ്ങൾ, അറുത്തതും മുടിച്ചതും മോഷ്ടിച്ചതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് 2 ഡയറി എഴുതാനുണ്ട്.